തൻ്റെ ഏക മകളുടെ വിവാഹ ചടങ്ങിൽ മറ്റൊരു യുവതിക്കും വിവാഹ സൗഭാഗ്യമൊരുക്കി കോഡൂരിലെ പ്രിയ സുഹൃത്ത് VP ഷംസുദ്ദീൻ. ഉപ്പ നഷ്ടപ്പെട്ട മണ്ണാർക്കാട്ടെ യുവതിക്കാണ് വിവാഹ സൗഭാഗ്യം ലഭിച്ചത്. ഷംസുവിൻ്റെ മകൾക്ക് നൽകിയതിന് തുല്യമായ ആഭരണങ്ങളും വസ്ത്രങ്ങളും നൽകി ഒരേ വേദിയിൽ തന്നെയാണ് 2 കല്യാണങ്ങൾ നടന്നത്. ഞാനും അവിടെ വളരെ സന്തോഷത്തോടു കൂടി പങ്കെടുത്തു. ചട്ടിപ്പറമ്പ് അവന്യൂ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം നടന്നത്. ശരിക്കും നമുക്കൊക്കെ ഇൻസ്പയറിംഗ് ആണ്. അതോടൊപ്പം തന്നെ മണ്ണാർക്കാട്ട് നിന്നും ആ ഫാമിലിക്ക് വരാനുള്ള വാഹന സൗകര്യം ഒരുക്കാൻ പോലും പ്രിയ സുഹൃത്ത് ശ്രദ്ധിച്ചു എന്നത് വേറിട്ട കാര്യം തന്നെയാണ്. സന്തോഷമായ ഞാൻ നല്ല സന്തോഷമായി ചെയ്തു തന്നതിന് നല്ല പുണ്യം കൊടുക്കട്ടെ. പിന്നെ എന്താ ഹാപ്പി അല്ലേ? അൺഎക്സ്പെക്ടഡ്, അപ്രതീക്ഷിതം. എന്താണ് അമേസിംഗ് ആണ്. എന്താ വലിയ സന്തോഷമായിട്ടാ? നിങ്ങൾക്ക് എന്താ സീക്രട്ട് ആയിട്ട് വെച്ചെന്താ? അതായത് ഒരു ആഗ്രഹമില്ല. പിന്നെ എന്റെ കുട്ടിന്റെ കല്യാണത്തിന്റെ അന്ന് മറ്റൊരു നിർജ്ജരായ ഒരു കുട്ടിന്റെ കല്യാണം നടത്തണം എന്നുള്ളതിന്റെ ഒരു ആഗ്രഹം. അത് ഞാൻ വലിയ പൈസക്കാരനായിട്ടല്ല, അതാണ് അതിന്റെ പ്രത്യേകത. ഇത് സാധാരണക്കാർക്ക് ആർക്കും ചെയ്യാം, ഞാൻ ചെയ്ത മാതിരിയാണ്. കാരണം എന്താ വെച്ചാല് ഞാൻ ഉദ്ദേശിച്ചത് അന്ന് മുതൽ ഞാൻ ഒരു ചെറിയ കൊടുക്കാമെന്നാ പറയാം. ആ കുടുക്കിയിലിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്, അതായത് സ്വരൂപിക്കുകയാണ്. നമുക്ക് മറ്റുള്ള ടൈറ്റുകളൊക്കെ വന്നാലും നമ്മൾ അതിന് തൊടാതെ ആരോടും പറയാതെ, അതായത് എന്റെ പാപ്പാനോടോ അമ്മാനോടോ സ്വന്തം പ്രിയധർമ്മി ഞങ്ങൾ സാധാരണ വൈഫിനോട് അടക്കം പറയാതെ, അതാണ് അതിന്റെ. എത്ര വർഷമായിട്ട് ശേഖരിച്ചു വെക്കുന്നുണ്ട്? 10-12 വർഷമായി. ഞാന് പണ്ട് ചെറിയ കാര്യമല്ലല്ലോ. അമ്മോനല്ലേ? എന്താ പറഞ്ഞ നിങ്ങൾ? അമ്മോന് അറിയണല്ലേ? ആരും അറിയിച്ചല്ലേ? ആരും പബ്ലിസിറ്റി ആക്കണമെന്ന് താല്പര്യമില്ലേ? മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഇതിന്റെ കണ്ടെത്തലാണ്. അതാണ് കുറെ കഷ്ടപ്പെട്ടു. കാരണം അതെ, അങ്ങനെ കുറെ കുട്ടികളുണ്ട്, 100 കണക്കിന് കുട്ടികളെ ഞാൻ പോയി നോക്കി. അതിലെനിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. വെറുതെ ഇട്ടെന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയും കൊടുക്കുന്ന പറഞ്ഞാല് കുറെ ആളുകൾ വരും. ഈ കുട്ടിയുടെ പശ്ചാത്തലം എന്താ വെച്ചാൽ ഈ കുട്ടിന്റെ ഉമ്മ 19 കൊല്ലം മുന്നേ വാപ്പ മരിച്ചാണ്. മരിച്ചു. പിന്നെ 2 ആങ്ങളാരുണ്ട്. ചെറുതാണ്. പിന്നെ ഉമ്മ പിന്നെ വാർപ്പിന്റെ പണിക്ക് പോയിട്ടാണ് ഞങ്ങളെ കുടുംബം പോയിട്ടുണ്ട്. അപ്പൊ ഈ വാർപ്പിന്റെ പണിക്ക് കൊണ്ടുകൊടുത്തുനിന്ന് കമ്പി കുത്തി. അപ്പൊ ആ വാർപ്പിന്റെ പണിയിൽ നിന്ന് പിന്നെ കമ്പി കുത്തിയേക്കനെ വ്രണം കയറി കാല് മുട്ടിന്റെ മേലെ മുറിച്ചു കളഞ്ഞു. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളെ ഒരു പിന്നെ 2 സെന്റ് സ്ഥലത്ത് ഒരു വീട് പഞ്ചായത്ത് കാറ്റി കൊടുത്ത 2 റൂം വീടില് ആ തള്ളങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ചെന്നത്. അപ്പൊ എനിക്ക് അത് നടത്തി കൊടുത്തില്ല. പിന്നെ നമ്മളെ ഈ ജീവിതത്തില് നമ്മൾ ഇങ്ങനത്തെ ഒക്കെ ചെയ്ത് പക്ഷേ സമ്പത്ത് ഉണ്ടായിട്ട് പോലും ചെയ്യാത്തവരും നമ്മൾ ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തതുമായ സംഭവമാണ് ഇദ്ദേഹം ചെയ്തത്. മാഷ വേറെ കാര്യമുണ്ട്. ഈ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുകയാണ് എന്തിനും. ഇപ്പൊ നമുക്കൊരു ഷർട്ട് വേണമെങ്കിൽ, ഒരു കാറ് വാങ്ങണമെങ്കിൽ, ഒരു നല്ല വീട് വെക്കണമെങ്കിൽ ഒക്കെ നമ്മൾ ഉണ്ടാക്കൂല സമ്പത്ത്. നമ്മളൊരു അംബീഷനാണ്, ഒരു നിയത്താണല്ലോ. പക്ഷെ ഇതിനും വേണമെങ്കിൽ ആർക്കും ഉണ്ടാക്കും. അതേപോലെയാണ് ഞാൻ ഉണ്ടാക്കിയത്. അതിന്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് പഠിച്ചോ അത് എനിക്ക് നിറവേറ്റി തന്നു. എല്ലാ ബർക്കത്തുണ്ടാവട്ടെ, ഐശ്വര്യങ്ങളുണ്ടാവട്ടെ. പിന്നെ നിക്കാഹിന്റെ അതേ വേദിയിൽ വെച്ച് അതേ ഗ്രാൻഡ് ആയിട്ട് നല്ല എക്സിക്യൂട്ടീവ് ആയിട്ട് നടക്കുക. അല്ല വേറെ എവിടെയും പോയി നടത്തല്ല. തന്റെ പോലെ സെയിം ഓഡിറ്റോറിയം, സെയിം ഗസ്റ്റ്, സെയിം ആളുകള് എല്ലാം. അതാണ് ഇതിന്റെ പ്രത്യേകത. അതാണ് ശരിക്കും അതൊരു മെസ്സേജ്. എന്തോന്നു നമ്മുടെ സുഹൃത്ത് നിലയിലേ ഫൈസൽ മാസ്റ്ററോട് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും അതെ പറഞ്ഞിരുന്നു. ആർക്കാന്ന് പറഞ്ഞു അന്ന് പറഞ്ഞിട്ടില്ല. ഒരാളെന്ന് എന്നോട് പറഞ്ഞു താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞു ഫൈസൽ മാസ്റ്റർ കല്യാണം പറഞ്ഞപ്പോഴാണ് സർപ്രൈസ്.
ഇത് നംഷാദാട്ടാ, ഇവിടെ മുഖ്യ ഗായകനാണ്. പല വേദികളും കണ്ടിട്ടുണ്ട്. റെക്കോർഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നംഷാദ്. ഏത് റെക്കോർഡൊന്ന് പറഞ്ഞെടുത്താൽ പ്രേക്ഷകർക്ക്? 3 മണിക്കൂർ തുടർച്ചയായിട്ട് മാപ്പിളപ്പാട്ട് പാടിയത് 5 ലോക റെക്കോർഡുകളുണ്ട്. ആഹാ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, വജ്ര ബുക്ക് ഓഫ് റെക്കോർഡ്. ഇൻഷാ അല്ലാ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ പിന്നെ ചെയ്യാം. ഏതായാലും കല്യാണത്തിൽ നിന്ന് കണ്ടേ സന്തോഷം. ഉഷാറാവട്ടെ. താങ്ക് യു. ഇവിടെ മറ്റൊരു ബ്ലോഗർ ഉണ്ട്. ചാനൽ പറഞ്ഞു എന്താണ്? റെസിപ്പീസ്. അസ്ന എന്താണ്? അസ്നാസ് കിച്ചൺ. അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാ. കല്യാണം ഇന്നത്തെ കല്യാണം ഹാപ്പി ആയില്ലേ? അല്ലേ? അപ്പൊ സന്തോഷല്ലേ? ഓക്കെ. മോളാണല്ലേ? ഓക്കെ. എന്നോട് ശംസ് പറഞ്ഞു ആരോടും പറയരുത്, അങ്ങനെ ഒരു നീക്കണ്ട്. ഞാൻ നമ്മൾ നല്ല കാര്യമാണ്, കഴിയുന്നവരിതൊരു സന്ദേശമാവും. അപ്പൊ അതിപ്പോ ഇവിടെ വന്നപ്പോ നമ്മളെ ശരിക്കും നെട്ടിച്ചു. അപ്പൊ നമ്മൾ സാധാരണ നടത്തി പോകുന്നല്ലാതെ അവന്റെ മകൾക്ക് കൊടുത്ത അതേ പരിഗണന കൊടുത്തുകൊണ്ട് ആ പാവപ്പെട്ട ദമ്പതിമാർക്ക് ചെയ്തു കൊടുത്തു. അത് എല്ലാവർക്കും മാതൃകയാണ്. തീർച്ചയായിട്ടും സന്തോഷം. സേഫിന എന്നെ കണ്ടിട്ടുണ്ടോ? എന്നെ കണ്ടണ? എവിടുന്ന് കണ്ടത്? എന്താ പേര് പറയും? നിന്റെ പേര് പറയും. നിന്റെ പേര് പറയും. പേര് പറയും. എന്നെ എങ്ങനെ കണ്ടിട്ടുള്ളത്? വള്ളണ്ട് ഇതാരാ? എന്നെ കണ്ടണോ? പേര് പറയും. ആണല്ലേ?